ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന വാക്കിന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഫെമിനിസം എന്ന് പറഞ്ഞതാണ്. ഫെമിനിസത്തെക്കുറിച്ചുള്ള ജ്യോതിർമയുടെ ഒരു കാഴ്ചപ്പാട് പറയും. ഞാൻ ഈ പറയുന്ന പോലെയാണ്, ഐ ബിലീവ് ഇൻ ഹ്യൂമനിസം. അത് ഫെമിനിസം ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും വേറെ വേറെ തിരിച്ച് കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഫെമിനിസം പറഞ്ഞ നമ്മൾ തമ്മിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരു ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു മെൻ്റൽ വാർ ഇപ്പോൾ കുറച്ച് നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. നമ്മൾ ഈ പറയുന്ന പോലെ ലെറ്റ്സ് ട്രീറ്റ് എവറിബഡി ആസ് ഹ്യൂമൻ ബീങ്. പിന്നെ എല്ലാവരുടെയും ഇതും വ്യത്യാസമുണ്ട്. നമുക്ക് റാഷണലൈസ് ചെയ്ത് എല്ലാവരെയും പറയാൻ പറ്റത്തില്ല. ഐ തിങ്ക് ലെറ്റ്സ് സീ എവറി ഹ്യൂമൻ ബീങ് ആസ് എ ഹ്യൂമൻ ബീങ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി കൂടെ ഇതിനെക്കുറിച്ച് ജ്യോതിർമായി പറഞ്ഞാൽ, ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ലാജോ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എഗ്രി ചെയ്യാൻ തോന്നി. കാരണം ആ സീനിൽ ഒരു പക്ഷേ ആ പോയിന്റിൽ കുത്തിക്കയറ്റിയതല്ല, ആ സ്റ്റോറിയിലുള്ളത് തന്നെയാണത്. അത് അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇവർ മാത്രമാണുള്ളത്. അപ്പം എന്ത് ചെയ്യും? തീർച്ചയായും അവർ ഒറ്റക്കെട്ടായി നിന്ന് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് അതൊരു അൺനെസസറി ഇതായിട്ട് ഞാൻ കാണുന്നില്ല. ഫെമിനിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പലതരത്തിൽ ആൾക്കാർ വികലമായി വ്യാഖ്യാനിക്കുകയും ഇല്ലെങ്കിൽ വികലമായി കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ പോലെ തെങ്ങിൽ കയറുമോ, നിങ്ങൾ അത് ചെയ്യുമോ, ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് മസിലുമായി ബന്ധപ്പെട്ട സാധനമാണ്. ശരിക്കും ജനാധിപത്യ രാജ്യത്ത് അത്തരമൊരു രാഷ്ട്രീയ ബോധ്യം വന്നൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഒരാൾക്കൊരു ഓട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ മസിലിന് എതിരായിട്ടൊരു മസിൽ പവർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പല സിനിമകളിലും കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ജ്യോതി വിശ്വസിക്കുന്നത്? അത് ഡിപ്പെൻസ് ഓൺ ഈച്ച് മേക്കർ. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോ ക്രിയേറ്റർ അയാൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പോലെയല്ലേ. ഇപ്പോൾ മറ്റ് സിനിമകളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന പോലെയാണ്, നമ്മുടെ വോട്ട് ചെയ്യുമ്പം എല്ലാ വോട്ടും കൺസിഡേർഡ് ആസ് വൺ അല്ലേ. അതിനകത്ത് ഫെമിനിസ്റ്റിക് വോട്ട് അല്ലെങ്കിൽ മാൻ വോട്ട് എന്നുള്ളതല്ലല്ലോ. യു ആർ കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ ബീങ്. സോ ഐ തിങ്ക് അത്രയേ ഉള്ളൂ. ഈ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂസിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, പ്രസവിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള, പിന്നെ മാരേജ് പോലുള്ള നമ്മൾ കൺവെൻഷണൽ മെത്തേഡ്സ് ഉണ്ട്, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അതൊരു പ്രഷറാണ്, പലപ്പോഴും സൊസൈറ്റിയുടെ പ്രഷറാണ്. ഈ സൊസൈറ്റിയുടെ പ്രഷറിനെ മറികടക്കാൻ മാത്രമുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്കില്ലേ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായും ഉണ്ടല്ലോ, ധാരാളം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ധാരാളം ഐ സി വിമൻ ഹു ആർ ലൈക്ക് അവർക്ക് ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി തന്നെ അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്ന ഒത്തിരി ധാരാളം ആളുകളുണ്ട്. പക്ഷേ അത് എത്രത്തോളം സ്പ്രെഡാന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മുടെ വരും തലമുറയൊക്കെ വളരെയധികം ബാധിക്കും. ഇഫ് യു ആർ ഫോഴ്സിങ് സംബഡി ടു ബി എ മദർ. ഞാൻ ഈ പറഞ്ഞ പോലെ ഐ എം സോ ഹാപ്പി. ഞാൻ ഇപ്പോൾ അമ്മയായതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഐ എം ടോട്ടലി എൻജോയിങ് മൈ മദർഹുഡ്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മകനാണ് ഏറ്റവും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം അത് എൻ്റെ ഒരു മൈൻഡിൽ ഞാനിപ്പം എനിക്ക് അമ്മയാകാനായിട്ട് എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു മൊമെൻറ്റിലാണ് ഞാൻ അമ്മയായത്. സോ അങ്ങനെ അതായിരിക്കും ഒരു നല്ല രീതിയിൽ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതിന് ഓപ്പോസിറ്റായി ചിന്തിക്കുന്നവരുണ്ടാകാം, പക്ഷേ ദിസ് ഇസ് മൈ തോട്ട്. മകനെ കുറിച്ചുകൂടെ പറയൂ. ആക്ടിവിറ്റീസ് ഇങ്ങനെ മൈൻഡ് കണക്ട് ചെയ്യണം. നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴും നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും ജ്യോതിർമയുടെ മനസ്സിനകത്ത് തിരിച്ചോടിയെത്തുന്നതിനെ കുറിച്ച്. തീർച്ചയായും അതെ. എനിക്ക് ഇന്റർവ്യൂ എന്നുള്ളത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും, ദൈവമേ, ഈ മൈൻഡ് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും കുറച്ചും നേരത്തേക്കാണെങ്കിൽ ഒരു പക്ഷെ പലതും ചോദിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും, നമ്മുടെ പ്രൊഫഷൻ്റെ ആണെങ്കിലും പലതും. ഇപ്പം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞ പോലെ മോൻ അവിടെ ഉണ്ട്, മോനൊക്കെ അവൻ ഇന്നത് നല്ല വികൃതിയാ. അപ്പോൾ അവൻ ഓക്കെ ആയിരിക്കുമോ? ഇപ്പം ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മദറിനോനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അമ്മ ചില സമയത്ത് അമ്മയെ വട്ടം ചുറ്റിക്കും ചിലപ്പോൾ അവൻ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് മൈൻഡും നമ്മളുടെ പുള്ളിയിലാണ്. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞോ? അതെ, 3 വയസ്സ് കഴിഞ്ഞു. എൻ്റെ മകൾക്ക് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ കാര്യത്തിൽ തീരുമാനമാവും. അതാണ്, അമ്മമ്മമാരുടെ അടുത്ത് നിന്നാണല്ലോ അവരെല്ലാം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ ഫ്രീഡം. എന്തും ചെയ്യാനും, ഒരു വഴക്ക് പറയില്ല, എന്തും. ഇവിടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ പുള്ളി നോക്കും വഴിയൊക്കെ, അമ്മൂമ്മയുടെ വീട് എത്താറായി. അവന് ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ കാര്യങ്ങളില കൂടുതൽ ആശ്രയിക്കുക? ഇപ്പം അമ്മ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടാവും, കോമൺ ആണ്. പക്ഷെ നമ്മൾ ചില മൈന്യൂട്ട് കാര്യങ്ങളിൽ അയാൾ നമ്മളുടെ അടുത്ത് തന്നെ വരും. അതെ, മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് അത് ഭയങ്കര എന്ന് പറഞ്ഞൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. എൻ്റെ അടുത്താണെങ്കിലും അമലിൻ്റെ അടുത്താണെങ്കിലും. പലപ്പോഴും എനിക്ക് തോന്നുന്നു എന്ത് കാര്യത്തിന് പുള്ളിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കളിക്കാൻ പോകണമെങ്കിൽ പോലും പുള്ളിയെ നോക്കും, പറ്റുമെങ്കിൽ എന്നെയും കൂടി
വിളിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ് പുള്ളി വിചാരിക്കുക. അങ്ങനെ കുറച്ചൊരു ഇതുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അല്ല, ഉറങ്ങാൻ സമയത്താണോ, ഏത് സമയത്തായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക? എല്ലാ എല്ലാ സമയത്തും സമയത്തും ഉണ്ട്. അതാണ്. എവറി മൊമെന്റ് ഹി വാണ്ട്സ് ലൈക്ക് കൂടുതൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അച്ഛൻ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം, പക്ഷേ ഞാനുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കും ഞാൻ ഉണ്ടോ എന്നുള്ളത്. ഇത് രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് അമ്മയായിരിക്കുമല്ലോ. എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചില സമയത്തൊക്കെ ആരെന്ന് വരെ അവള് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും അച്ഛനാടാ അച്ഛൻ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമലായിരിക്കുമല്ലോ കൂടുതൽ ബിസി ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ എങ്ങനെയാണ്? അല്ല കേട്ടോ, അമലാണെങ്കിലും അമൽ കൂടുതൽ എല്ലാ ദിവസവും അവൻ്റെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് അമലത് ഭയങ്കരമായിട്ട് അതിനുള്ള ഒരു ടൈം കാണുന്നുണ്ട് അമല്. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഉണ്ടായ കോവിഡ് സമയത്ത് ഉണ്ടായ, അപ്പൊ ഞങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. അതെ അതെ അത് നല്ലൊരു കാലവും അതെ അതെ, വേറൊരു തരത്തിൽ കെട്ട കാലമാണെങ്കിലും നമ്മൾ സത്യം ചില സത്യം. ആസ്പെക്ട്സിൽ അത് നല്ലതാണ്. നമ്മൾ പറയുമ്പോൾ പലർക്കും അത് മോശം കാലഘട്ടവും കൂടിയാണ്. അതെ. ജോലി നഷ്ടപ്പെട്ടു, നമ്മുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ട കാലവും കൂടിയാണ്. ആ, അപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഈ കഥാവിശേഷൻ ചെയ്യുന്ന സമയത്ത് കഥാവിശേഷനിൽ അയാളെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതേപോലെയാണ്, അയാൾ എന്ത് മോട്ടീവാണ് എന്നുള്ളതാണ്. റിലേഷനുണ്ട് നിങ്ങൾ സിനിമകൾ തമ്മിൽ, അതേപോലെ ഒരു അന്വേഷണമാണ്. ശരിക്കും അയാൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പലതരത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുക, തർക്കിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകുമോ, ഈ മെമ്മറി വന്നാൽ ഇങ്ങനെയാവുമോ, ഈ മെമ്മറി ഇങ്ങനെ ഷോർട്ട് ടൈം ആയിട്ട് നിൽക്കുമോ, ഇല്ലെങ്കിൽ പഴയതൊക്കെ ഓർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഡിസ്കഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചു കാലം അംനീഷ്യയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യും. തന്മാത്ര വന്ന സമയത്ത് നമ്മൾ ചെയ്തതുപോലെ അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ തുറന്നു വെക്കുന്നത് ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് വാല്യൂവിനെ കൂട്ടുകയല്ലേ ശരിക്കും ചെയ്യണം. അത് എത്രത്തോളം ആ ക്യാരക്ടേഴ്സും ആ സിനിമയും ആളുകളുടെ ഇടയിൽ എത്തി, അത് എത്രത്തോളം അവർക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളത് അറിയാനായിട്ട് വളരെ സന്തോഷം. അല്ലാതെ അതിനകത്ത് പിന്നെ അതിനകത്ത് എന്താണ് ഒരു സോഷ്യൽ അവയർനെസ് ഒക്കെ ഈ പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനെ പറ്റി ആളുകളിൽ ഉണ്ടാകുന്നത് അറിയുന്നതിൽ ഈ പറയുന്ന എന്താണ് സിനിമയുടെ ഒരു ഇമ്പാക്റ്റും കൂടിയാണല്ലോ, അത് അറിയുന്നത് സന്തോഷം. ഈ മധുവന്തി പാടിയ പാട്ട് ഇപ്പം സ്തുതി ഇറങ്ങുന്നതും നമ്മൾ ആഘോഷിച്ചു, പക്ഷേ സിനിമ വന്നതിന് ശേഷം മധുവന്തി പാടിയ പാട്ടിന് കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അത് ശരിക്കും അവിടെ വേണമായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. പലപ്പോഴും സിനിമയിൽ പാട്ട് കാണുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആ പാട്ട് അങ്ങനെ തന്നെ വേണം. കാരണം ആ ഓർമ്മകളും അയാൾ എന്താണെന്നൊക്കെയുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചില ഷോട്ട്സും അയാളുടെ ഇരിപ്പും, ചില സ്ഥലത്ത് ബാക്ക് ഷോട്ട്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ അയാളുമായിട്ട് സാത്മ്യത്തിലെത്തുന്ന ടൈം ആണ്. പാട്ട് ഇപ്പം എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചേക്കുന്നത്? പാട്ടിൻ്റെ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ ആളുകൾ ഇത് ഭയങ്കര ഒരു എന്താണ്, ഒരു ഉള്ളിലൊരു ചെറിയൊരു ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറയുന്ന ഒരു ഫീല് നമ്മുടെ ആ പാട്ടിനുണ്ട്. അത് കാണുമ്പോൾ ഒരു കുറച്ച് എന്തോ ചിലർ പറയുന്നു എന്തോ ഒരു സങ്കടം വരിക. ചിലവർക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്യൂരിയോസിറ്റി സിനിമയിലേക്ക് ഉണ്ടാവുന്നു. അങ്ങനെ പലതും പല ആളുകൾക്ക് പല ഒപ്പീനിയനാണ്.